ശ്രീ കെ പി മോഹനൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, കേരളത്തിൻ്റെ മനസ്സറിഞ്ഞ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലൻ അവതരിപ്പിച്ച കേരള സർക്കാരിൻ്റെ 2005-2006 വർഷത്തേക്കുള്ള ബഡ്ജറ്റിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ജനസമൂഹത്തിന് വേണ്ടി ഞാൻ പിന്തുണക്കുന്നു. സർ, പിണറായി സർക്കാരിൻ്റെ 2025-2026 വർഷത്തെ ബഡ്ജറ്റ് അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പുതിയ കാലഘട്ടത്തിനും പുതിയ തലമുറക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. സർ, കഴിഞ്ഞ ദിവസം അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബഹുമാന്യനായ എം ടിയുടെ നാലുകെട്ട് എന്ന നോവലിൽ അവസാന ഭാഗത്ത് കാറ്റും വെളിച്ചവും കടന്നു വരുന്നൊരു വീട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സർ, ആ വീട് ശ്രീ ബാലഗോപാലിൻ്റെ 2025-2026 വർഷത്തെ ബഡ്ജറ്റും കേരളത്തിലേക്ക് പ്രതീക്ഷയുടെ പുതിയ കാറ്റും വെളിച്ചവും കടന്നു വരാനുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് സർ ഞാൻ കാണുന്നത്. മനുഷ്യ വിഭവശേഷിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവയെ ഭംഗിയായി ഉപയോഗിക്കാനും വർദ്ധിപ്പിക്കാനും സാധിച്ചാൽ ഇന്നത്തെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. സർ, കേന്ദ്ര സർക്കാർ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ദിവസേന കേരളത്തിൽ വെട്ടിക്കുറക്കുകയാണ്. സർ, കോവിഡും പ്രകൃതി ദുരന്തങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ അനീതിയും സൃഷ്ടിച്ച കഷ്ടങ്ങളും നഷ്ടങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സർ, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. കേരളത്തിൽ 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകാൻ പിണറായി സർക്കാരിന് സാധിച്ചു. 1 ലക്ഷം വീടുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കുകയാണ്. സർ, കേരളം പിറവിയെടുത്തതിന് ശേഷം ആദ്യമായി 5,58,000 ഹെക്ടർ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി. സർ, മാലിന്യ കൂമ്പാരങ്ങളില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 2,75,000 വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെട്ടു വരികയാണ്. ഇതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം കിൻഫ്ര, KSIDC മുതലായ വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, എൻ്റെ നിയോജകമണ്ഡലമായ കൂത്തുപറമ്പിൽ നവോദയക്കുന്നിൽ കിൻഫ്ര ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിച്ച് കുറച്ച് വർഷങ്ങളായി. സർ, ഇപ്പോഴും നടപടികൾ പൂർത്തിയായിട്ടില്ല. കിൻഫ്ര ഈ ഭൂമി ഏറ്റെടുക്കുമെന്നതിനാൽ ഭൂമിയിൽ മുതൽ മുടക്കി കൃഷി ചെയ്യാനോ പരിവർത്തനപ്പെടുത്താനോ ക്രയവിക്രയം നടത്താനോ കർഷകർക്കും ഭൂവുടമകൾക്കും സാധിക്കുന്നില്ല. സർ, ഈ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സർ, ദേശീയപാത മുതൽ ഗ്രാമീണ പാതകൾ വരെയുള്ള റോഡ് ശൃംഖല, ഗെയിൽ പൈപ്പ് ലൈൻ, വൈദ്യുതി പ്രസരണ സംവിധാനം, വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവള വികസനം, ദേശീയ ജലപാത തുടങ്ങി പശ്ചാത്തല മേഖലയിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് വലിയ വികസനം നടപ്പിലാക്കാൻ സാധിച്ചു. സർ, ടൂറിസം മേഖലയിൽ വന്ന പരിഷ്കാരങ്ങൾ ആഭ്യന്തര ടൂറിസ്റ്റുകളെ വിദേശ ടൂറിസ്റ്റുകളെയും വരവിൽ വർധനവുണ്ടാക്കി. സർ, എൻ്റെ നിയോജകമണ്ഡലമായ കൂത്തുപറമ്പിൽ നരിക്കോട് മല, വാഴമല ടൂറിസം പദ്ധതിക്ക് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, പഴശ്ശി കാനനപാതയടക്കം അടങ്ങിയ പ്രസ്തുത ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ മലയിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കും. സർ, നരിക്കോട് മല, വാഴമല ഇക്കോ ടൂറിസം പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടുതലായിട്ടുണ്ടാകും. സർ, ന്യൂ ഇന്നിങ്സ് എന്ന പദ്ധതിയിലൂടെ പുതിയ സംരംഭങ്ങളും വ്യവസായങ്ങളും ആരംഭിക്കുന്നതിന് മുതിർന്ന പൗരന്മാരുടെ അനുഭവവും സേവനവും ഉപയോഗപ്പെടുത്തുകയാണ്. സർ, കേരളത്തിലെ കാർഷിക മേഖലയും കൈത്തറി മേഖലയും സമ്പുഷ്ടമാക്കിയത് വിദഗ്ധരായ തൊഴിലാളികളായിരുന്നു. ഇവരുടെ അഭാവം സാരമായി ബാധിച്ച മേഖലയാണ്. സർ, കാർഷിക കൈത്തറി മേഖല. അതിനാൽ കാർഷിക കൈത്തറി മേഖലയിലും വിദഗ്ധരായ കർഷകരുടെയും തൊഴിലാളികളുടെയും അനുഭവങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സർ, തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരം മാറ്റുന്നതിനെക്കുറിച്ച് ഇവിടെ ഇന്നലെ സൂചിപ്പിച്ചു. സർ, അങ്ങനെ ലഭിക്കുന്ന ഫീസായി സ്വരൂപിച്ച സംഖ്യ മുൻപേ സ്വരൂപിച്ച 1,510 കോടിയുണ്ട്. സർ, അത് കാർഷിക വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം. സർ, വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യം പറയുന്നത്. ക്ഷീരമേഖലയെയും കൈത്തറി മേഖലയും സംരക്ഷിക്കാൻ മതിയായ സബ്സിഡിയും കുടിശ്ശികയും നൽകാൻ നടപടി സ്വീകരിക്കണം. സർ, വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷിനാശവും കാർഷിക മേഖലയിൽ നിരാശയും കണ്ണീരും മാത്രമാണ് നൽകുന്നത്. കണ്ണീർ കുടിച്ചും ദാരിദ്ര്യം തിന്നും ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുന്നത് നന്നായിരിക്കും. സർ, സമ്പൂർണ്ണ സാക്ഷരതയുടെ നാട്ടിൽ സമ്പൂർണ്ണ മണ്ണ് സാക്ഷരത അനിവാര്യമാണ്. കർഷക തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിനും നൂതന കാർഷിക സമ്പ്രദായം യുവതലമുറയെ പഠിപ്പിക്കുന്നതിനും വേണ്ടി കേരളത്തിൽ ആദ്യമായി ബയോ റിസോഴ്സ് കം അഗ്രോ സർവീസ് സെൻറ്റർ എന്ന പേരിൽ കൂത്തുപറമ്പിൽ ആരംഭിച്ച പദ്ധതി
കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വലിയ വെളിച്ചത്ത് കാംകോയുടെ ഒരു യൂണിറ്റ് ആരംഭിച്ചിരുന്നു സാർ. യങ് ജനറേഷൻ പവർ ടില്ലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ആരംഭിച്ചത്. എന്നാൽ ഈ രണ്ടും ഇന്ന് നല്ല നിലയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം സാർ. സാർ, ഇന്ന് ഈ ലേണിംഗ് കാലമാണ്. കമ്പ്യൂട്ടർ പഠനം LPU സ്കൂൾ മുതൽ ആരംഭിക്കാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രതിനിധീകരിച്ച പെരിങ്ങളം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും MLA ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ വിതരണം നടത്തിയിരുന്നു. 2023-24 വർഷം വരെ എൻ്റെ മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കമ്പ്യൂട്ടർ MLA ഫണ്ട് ഉപയോഗിച്ച് നൽകിയിരുന്നു സാർ. അവസാനത്തെ കമ്പ്യൂട്ടർ വിതരണം ചെയ്ത് ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു നിർവഹിച്ചത്. എന്നാൽ ആ വിദ്യാലയത്തിൽ നിന്നും ഏതാനും മീറ്റർ അകലെയുള്ള മറ്റൊരു എയ്ഡഡ് സ്കൂൾ, ഇത് വളരെ ശ്രദ്ധിക്കണം സാർ, ഏതാനും മീറ്റർ അകലെയുള്ള മറ്റൊരു വിദ്യാലയത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ നൽകാനുള്ള അപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. ചാലഞ്ച് ഫണ്ട് സാധ്യത ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. സാർ, ഇത് ആകെ 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വിവേചനമാണ് സാർ. കമ്പ്യൂട്ടർ പഠനത്തിന് MLA ഫണ്ട് വിനിയോഗിക്കാനുള്ള മുൻകാല കീഴ്വഴക്കം തുടർന്നു കൊണ്ടുപോകാൻ അങ്ങ് മുൻകൈ എടുക്കണം എന്നതാണ് പറയാനുള്ളത്. സ്കൂൾ അധ്യാപകരുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനായി ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്ന നിർദ്ദേശത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം മതിയായ കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളിൽ നിരവധി വർഷങ്ങളായി തുച്ഛമായ ദിവസ വേതനത്തിൽ ജോലി ചെയ്തു വരുന്ന അധ്യാപക സമൂഹത്തോട് കരുണ കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ അനുവദിച്ച നടപടിയെ വളരെയധികം അഭിനന്ദിക്കുന്നു സാർ. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദ ഗുരുദേവരുടെ ജന്മനാടായ പാറ്റത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാനും കൂത്തുപറമ്പിൽ ജെൻഡർ കോംപ്ലക്സ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ മന്ദഗതിയിലാണ് സാർ പുരോഗമിക്കുന്നത്. അടിയന്തരമായി ഇതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കി ഈ വർഷം തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കാൻ തുക വരുത്തിയ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ. MT ദീർഘകാലം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സാഹിത്യ നഗരി കൂടിയായ കോഴിക്കോട് കൂടി ഉചിതമായ സ്മാരകം പണിയാൻ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. ഡയാലിസിസ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ദയനീയ അവസ്ഥ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ നടപടിയെ വളരെയധികം ശ്ലാഘിക്കുന്നു സാർ. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ പാനൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെൻറ്റർ ആരംഭിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കണമെന്നും വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും പരിചരിക്കുന്നവർക്കും സർക്കാർ നൽകി വരുന്ന ധനസഹായം സമയബന്ധിതമായി നൽകാൻ നടപടി ഉണ്ടാവണം സാർ. സാർ, സർക്കാർ നടപ്പിലാക്കിയ മെഡിസെപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാവുന്നില്ല. പണരഹിത ചികിത്സാ സേവനത്തിന് പുത്തൻ മാതൃക സൃഷ്ടിക്കാനും നമുക്കത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ഈ സർക്കാർ ക്ഷേമത്തിലും വികസനത്തിനും ഒരേപോലെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ കിഫ്ബി, MLA ഫണ്ട് തുടങ്ങിയവ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന ചില പ്രവൃത്തികൾക്ക് സാങ്കേതികത്വം പറഞ്ഞ് കാലതാമസം നേരിടുകയാണ്. പലപ്പോഴായിരുന്നു ഞങ്ങൾ DDC യോഗത്തിലൊക്കെ തന്നെ പോയാൽ ഇത് തന്നെയാണ് സാർ പറയാറ്. ചിലപ്പോൾ ബഹുമാനപ്പെട്ട അവിടുത്തെ ഡയറക്ടർ തന്നെ DD തന്നെ ഇങ്ങോട്ട് പഞ്ചായത്തിലേക്ക് അയക്കുന്ന കാര്യങ്ങൾ അത് നിർവഹിച്ചു തരണമെന്ന് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് മുഖാന്തരം നടത്തുന്ന റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ തടസ്സം നിൽക്കുന്ന രൂപത്തിലേക്ക് വരികയാണ് സാർ. ഇത് പരിഹരിക്കാൻ നിർബന്ധമായിട്ടും നടപടികൾ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി നിർമ്മാണത്തിന് തുക അനുവദിച്ചിട്ടും നടപടികൾ മന്ദഗതിയിലാണ് സാർ നീങ്ങുന്നത്. സാർ, 100 വർഷം മുൻപ് ജനിച്ച പ്രശസ്ത ചിത്രകാരൻ KG സുബ്രഹ്മണ്യത്തിൻ്റെ നാടായ കൂത്തുപറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനും ഓർമ്മ നിലനിർത്തുന്നതിനും വേണ്ടി കൂത്തുപറമ്പിൽ ഉചിതമായൊരു സ്മാരകം പണിയണം എന്നത് അവിടുത്തെ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ഫണ്ട് നീക്കി വെക്കണം എന്ന അഭ്യർത്ഥന കുറേ കാലമായി സാർ അവർ ചെയ്തു. അത് നിർബന്ധമായിട്ടുണ്ടാണ് സാർ. 100 വർഷങ്ങൾക്ക് മുമ്പേ കൂത്തുപറമ്പിൽ ജനിച്ച KG സുബ്രഹ്മണ്യം പ്രശസ്ത ചിത്രകാരൻ പത്മവിഭൂഷണമൊക്കെ തന്നെ ലഭിച്ചതാണ് സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ചിത്രകലാ മ്യൂസിയം കൂത്തുപറമ്പിൽ പണിയണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത് നിർബന്ധമായിട്ടുണ്ടാവണം എന്നൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് സാർ. സാർ, ക്ഷേമവും വികസനവും നടപ്പിലാക്കുന്ന ഈ ബഡ്ജറ്റിനെ പിന്തുണക്കാൻ പ്രതിപക്ഷവും തയ്യാറാവണമെന്ന ഒരു അഭ്യർത്ഥന പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വട്ടം കൂടി ബഡ്ജറ്റ് പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.